പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമീൻ. വചനവിസ്മയം 16-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം ധ്യാന പഠന വിഷയമാക്കുന്നത് പ്രത്യാശയെന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരു അവതാരത്തിനും 2025 പുതുചൈതന്യത്തോടെ പ്രവേശിക്കുന്നതിനുമായുള്ള നമ്മുടെ ഒരുക്കത്തിൻ്റെ ഈ ദിനങ്ങളിൽ പ്രത്യാശയെക്കുറിച്ച് ധ്യാനിക്കുന്നത് വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണല്ലോ. 2030 പുനരൈക്യ ശതാബ്ദിയും 2033 നമ്മുടെ കർത്താവിൻ്റെ മഹാജൂബിലിയും ആഘോഷിച്ച് നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സഭയെ പ്രത്യാശയോടെ ഒരു പുതുയുഗത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രത്യാശയെന്ന ദൈവിക പുണ്യത്തിൻ്റെ അന്തരാർത്ഥത്തെക്കുറിച്ചും പ്രത്യാശാപൂർണമായ സൗഭാഗ്യ ജീവിതത്തിലേക്ക് സ്വയം വളരുന്നതിനും മറ്റുള്ളവരെ വഴികാട്ടി നയിക്കുന്നതിനുമുള്ള മാർഗങ്ങളെക്കുറിച്ചുമാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത്. ആദ്യമായി എന്താണ് പ്രത്യാശയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രത്യാശ ഒരു ദൈവിക പുണ്യമാണ്. വിശ്വാസമെന്ന പുണ്യത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ട പുണ്യമാണ് പ്രത്യാശ. വിശ്വാസം വളർന്ന് നമ്മിൽ പ്രത്യാശയായി രൂപപ്പെടണം. ജീവിത പ്രതിസന്ധികളുടെയും അനിശ്ചിതത്വത്തിൻ്റെയും മധ്യേ പോലും ധൈര്യപൂർവം ആത്മധൈര്യത്തോടും ശുഭപ്രതീക്ഷയോടും കൂടെ മുന്നേറാൻ നമ്മെ സഹായിക്കുന്ന പുണ്യമാണിത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ നോക്കിക്കാണുന്നതിനും ഒരു നല്ല നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ മുന്നേറുന്നതിനും സഹായിക്കുന്ന പുണ്യമാണ് പ്രത്യാശ. ആത്മധൈര്യത്തോടെ വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നേറുന്നതിനും പ്രത്യാശ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം സാക്ഷാത്കരിച്ച് മുന്നേറുന്നതിന് പ്രത്യാശ നമുക്ക് വലിയ പ്രചോദനമരുളുന്നു. വലിയ ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ പോലും ഒരു നല്ല നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ മുന്നേറുന്നതിന് പ്രത്യാശ നമ്മെ സഹായിക്കുകയും നമുക്ക് ആശ്വാസം പകരുകയും ചെയ്യും. വലിയ പരാജയങ്ങളിൽ പോലും പതറാതെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് വിജയം വരിച്ച് മുന്നേറുന്നതിന് പ്രത്യാശ നമുക്ക് ആത്മധൈര്യവും ശക്തിയും പ്രചോദനവും അരുളും. താൽക്കാലിക ക്ലേശങ്ങൾക്കപ്പുറത്ത് നമ്മെ കാത്തിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക് ദൃഷ്ടിയുറപ്പിച്ചു മുന്നേറുന്നതിനും ഡിപ്രഷൻ പോലുള്ള മാനസിക അവസ്ഥകൾ ഉണ്ടാകാതെ ആകുലതകൾ വെടിഞ്ഞ് മാനസിക ആരോഗ്യത്തോടെ ജീവിക്കാനും ഈ പുണ്യം നമുക്ക് വലിയ സഹായമരുളും. പ്രത്യാശയുള്ള മനുഷ്യർ അനേകർക്ക് ആശ്വാസമരുളുകയും ചെയ്യും. അടുത്തതായി പ്രത്യാശയിൽ വളരാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. പ്രത്യാശയിൽ സ്വയം വളരാനും മറ്റുള്ളവർക്ക് പ്രചോദനമരുളുവാനും നമ്മെ സഹായിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നാം ചിന്താ വിഷയമാക്കുന്നത്. 1. വിശ്വാസത്തിൻ്റെ ഉറപ്പും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമ്മെ പ്രത്യാശയാൽ നിറയ്ക്കും. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് ശ്രദ്ധിക്കുക. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. റോമർക്കെഴുതിയ ലേഖനം 15:13. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം
നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 5:3-5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം. പ്രത്യാശയിൽ വളരാൻ നമ്മെ സഹായിക്കുന്ന രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് പ്രത്യാശ പകരുന്ന മറ്റൊരു പ്രധാന കാര്യം. ക്രിസ്തീയ പ്രത്യാശയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ഉത്ഥാന മഹാരഹസ്യത്തിലുള്ള വിശ്വാസമാണ്. പത്രോസ്ലീഹ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:3-4 വാക്യങ്ങൾ. 3. ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുള്ള ജീവിതമാണ് പ്രത്യാശപൂർണമായ സൗഭാഗ്യ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യം. അതിനാൽ ദൈവപരിപാലനയെക്കുറിച്ചുള്ള നിരന്തര ധ്യാനവും ദൈവാശ്രയത്തിലുള്ള വളർച്ചയും പ്രത്യാശയിൽ വളരാൻ നമ്മെ സഹായിക്കും. 4. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് നമുക്ക് പ്രത്യാശ പകരുന്ന മറ്റൊരു പ്രധാന കാര്യം. അതിനാൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പ്രത്യാശ പകരുന്ന തിരുമൊഴികളും തിരുവചന ഭാഗങ്ങളും നിരന്തരം ധ്യാനിച്ച് ദൈവാശ്രയത്തോടെ ജീവിക്കുക. ഏതു പ്രതിസന്ധിയിലും വലിയ പ്രത്യാശ നൽകുന്ന അനേകം തിരുവചന ഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഇവിടെ എടുത്തു പറയുകയാണ്. കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ 40:28-31 വരെയുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ 41:8-13 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, ഭയപ്പെടേണ്ട എന്ന് ഹഗ്ഗായി 2:5 പറയുന്നു. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് എന്ന് ജെറമിയ 1:8 പറയുന്നു. സെഫാനിയ 3:16-18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. സെഫാനിയ 3:16-18 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവു മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും.
കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഹബക്കുക്ക് 3:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 119:50 പറയുന്നു, അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നാഹും 1:7-8 വാക്യങ്ങൾ. 5. ഉത്കണ്ഠാകുലരാകാതെ താഴ്മയോടെ ദൈവത്തിൽ ശരണം വെച്ച് ജീവിക്കുന്നവരെ ദൈവം പ്രത്യാശ കൊണ്ട് നിറയ്ക്കും. അഹങ്കാരികൾ പ്രത്യാശയില്ലാതെ നിരാശയിൽ ആണ്ടുപോകും. പത്രോസ്ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:6-7 വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെറമിയ 29:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നാം ഇവിടെ ചിന്താവിഷയമാക്കിയ 5 പ്രധാന കാര്യങ്ങളും അവയോട് ബന്ധപ്പെട്ട തിരുവചന ഭാഗങ്ങളും നിരന്തരം ധ്യാനിച്ച് ഉത്ഥാന പ്രത്യാശയോടെ ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ യുഗാന്ത പൂർത്തീകരണവും നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനവും ലക്ഷ്യമാക്കി ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് ശരിയായ ലക്ഷ്യബോധത്തോടെ സഭാത്മകമായ ജീവിതം നയിക്കുന്നവരെ ദൈവം സജീവമായ പ്രത്യാശ കൊണ്ട് നിറയ്ക്കും എന്ന സത്യം വിസ്മരിക്കരുത്. നമുക്കിവ നിരന്തരം ധ്യാനിക്കാം. ദൈവത്തിൻ്റെ കരുണയും കൃപയിലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ധ്യാന പഠന വിഷയമാക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.